അപ്പോഴേ ഈ ആഴ്ച 2 ദിവസം സ്കൂൾ അവധി ആയതുകൊണ്ട് തന്നെ ഇന്ന് ശനിയാഴ്ച കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ സ്കൂളിൽ. അപ്പോൾ അവരിന്ന് ഉച്ചക്കത്തേക്ക് കൊണ്ടുവയ്ക്കുന്നത് ചപ്പാത്തിയും കൂട്ടാനുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ചക്കത്തേക്കുള്ള പണിയെല്ലാം കിടക്കുവാണ് കേട്ടോ. അവർ ചോറുണ്ടുന്ന ദിവസം എനിക്ക് രാവിലെ തന്നെ പണിയെല്ലാം കഴിയും. ഇന്നലെ വൈകിട്ട് തന്നെ കുറച്ച് മത്തി വാങ്ങി കണ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെ എളുപ്പം ഉണ്ടെങ്കിൽ കൂട്ടാൻ വെച്ചാൽ മതി. അപ്പം മത്തി ആകുമ്പം കുറച്ച് ചീനിയും കൂടെ ആകുമ്പം രസം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ചീനിയും കൂടെ വാങ്ങി അരിഞ്ഞ് അടുപ്പിലോട്ട് വിറവടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എപ്പോൾ ചീനിയായാലും ചക്കയായാലും ഞങ്ങൾക്ക് വെറുംപുളി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് ഒഴിച്ച് കഴിക്കാനാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ കടുവറുത്ത് അതിലേക്ക് ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി, ഇച്ചിരി കായം എല്ലാം കൂടെ ചേർത്തിട്ട് തന്നെ തിളപ്പിച്ച് പുളിവെള്ളം കൂടെ വെച്ച് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വെറുംപുളിയായി. അങ്ങനെ ഒഴിച്ച് കറിയായിട്ട് ഞാൻ വെറുംപുളി ഉണ്ടാക്കിയിട്ട് ദാണ്ട് നമ്മുടെ ചീനി 2 ഊറ്റി ആദ്യം ഒന്ന് ഊറ്റിയിട്ട് രണ്ടാമത് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അത് ഊറ്റിയിട്ടേക്കാണ് കേട്ടോ. ഇനി അതിൽ അരപ്പൊക്കെ ഇട്ട് നമുക്കത് ഇളക്കിയെടുക്കണം. അപ്പോഴത്തേക്കിനും നമ്മുടെ വെറുംപുളി തിളച്ചു. ഇനി ഈ അടുപ്പിലിട്ട് തന്നെ ഞാൻ മത്തിയും കൂടെ അങ്ങ് കൂട്ടാൻ വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കരിയാപ്പിലയും ഒരു 3-4 പച്ചമുളകും കൂടെ ചതച്ചിട്ട് ഞാൻ ചീനിക്കകത്തോട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് കനലിനകത്തോട്ട് ഞാനിങ്ങനെ തത്തിപ്പൊത്തി ഒന്ന് ആവി കയറാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ കൂട്ടാൻ വെക്കാനായിട്ട് ഇപ്രാവശ്യം ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ എല്ലാം പേരിന് വേണ്ടി മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം അത്രയ്ക്ക് വെളിച്ചെണ്ണയാണ്. എൻ്റെ മീൻ കൂട്ടാൻ കാണുമ്പോഴേ അറിയാൻ വലുതായിട്ട് ഞാൻ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ മത്തി വരഞ്ഞിട്ടതും എല്ലാം കൂടെ നല്ല മുളക് കറി ഞാൻ വെച്ചിട്ടുണ്ട്. നല്ല പറ്റ് ചീനിയായിട്ട് ഇച്ചിരി ചാരോട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഉച്ചയുണ്ട് റെഡി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ.